ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ വേറൊരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദ ഇൻഫോർമേഷൻ ഗിവൺ ബിലോ പ്രിപ്പയർ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അറ്റ് 60% ആൻഡ് 80% കപ്പാസിറ്റീസ് ആൻഡ് ഫിക്സ് ദ ടോട്ടൽ ഓവർഹെഡ് റേറ്റ്സ് ആസ് പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ് അറ്റ് ദീസ് കപ്പാസിറ്റീസ്. നമുക്ക് 60% കപ്പാസിറ്റിയിലെ 80% കപ്പാസിറ്റിയിലെയും ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന 75% ഇൻഫോർമേഷൻ തന്നിട്ടുമുണ്ട്. ഇവിടെ പറയുന്നത് 60% കപ്പാസിറ്റിയിലെ 80% കപ്പാസിറ്റിയിലെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അതുകൂടാതെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓവർഹെഡ്സ് റേറ്റ്, ടോട്ടൽ ഓവർഹെഡ് റേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. ടോട്ടൽ ഓവർഹെഡ്സ് റേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കണ്ടുപിടിക്കാൻ വേണ്ടി എങ്ങനെയാണ്? ആസ് എ പെർസെൻറ്റേജ് ഓൺ ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിൽ ടോട്ടൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ നോക്കിയേ. 60% കപ്പാസിറ്റി, 75% കപ്പാസിറ്റി, 80% കപ്പാസിറ്റി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. പിന്നെ 75% കപ്പാസിറ്റിയിലെ ഇൻഫോർമേഷൻ തന്നിട്ടുള്ളൂ. 60% കപ്പാസിറ്റിയിലെ 80% കപ്പാസിറ്റിയിലെ ഇൻഫോർമേഷൻ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 75% കപ്പാസിറ്റിയിലെ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് 60% കപ്പാസിറ്റിയിലും 80% കപ്പാസിറ്റിയിലെ നമ്മൾ ബഡ്ജറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്നത് ഇവിടെ വേരിയബിൾ ഓവർഹെഡ്സ്, സെമി വേരിയബിൾ ഓവർഹെഡ്സ്, ഫിക്സഡ് ഓവർഹെഡ്സ് ഈ രീതിയിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റിൽ എഴുതാൻ പറ്റത്തില്ല. കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് തന്നിരിക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഫാക്ടറി ഓവർഹെഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് അങ്ങനെ തന്നിട്ടുണ്ടെങ്കിലേ നമുക്ക് ആ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തരാത്തത് കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഇതുപോലെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. എന്ന് വെച്ചാൽ വേരിയബിൾ ഓവർഹെഡ്സ്, സെമി വേരിയബിൾ ഓവർഹെഡ്സ്, ഫിക്സഡ് ഓവർഹെഡ്സ് പറഞ്ഞാൽ അതേ രീതിയിൽ അങ്ങ് ആൻസർ എഴുതിയാൽ മതി. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റനിൽ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുന്നില്ല അല്ലേ. 75% കപ്പാസിറ്റിയിൽ വരുന്ന കോസ്റ്റേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ 75% കപ്പാസിറ്റിയിൽ ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറയുന്നില്ല അല്ലേ. അപ്പോൾ അതുപോലെ പെർ യൂണിറ്റ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ എമൗണ്ട് മാത്രമേ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ടോട്ടൽ എമൗണ്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ എഴുതിയപ്പം 60% കപ്പാസിറ്റിയിൽ പെർ യൂണിറ്റ് ടോട്ടൽ, 75% കപ്പാസിറ്റിയിൽ പെർ യൂണിറ്റ് ടോട്ടൽ, ആ രീതിയിലൊക്കെയാണ് നമ്മൾ എഴുതിയത്. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ടോട്ടൽ കോളം മാത്രമേ വരുള്ളൂ. നമുക്ക് ഇതുപോലെ വരയ്ക്കുക, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വരയ്ക്കുക, ഐറ്റംസ് കോളം, ദെൻ 60% കപ്പാസിറ്റി, 75% കപ്പാസിറ്റി, 80% കപ്പാസിറ്റി എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതേപോലെ തന്നെ എഴുതുക. വേരിയബിൾ ഓവർഹെഡ്സ്, വേരിയബിൾ ഓവർഹെഡ്സിലെ ഫസ്റ്റ് ഐറ്റം ഇൻഡയറക്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ 75% കപ്പാസിറ്റി തന്നിരിക്കുന്നത് 7500 ആണ്. നമുക്കൊരു വേരിയബിളാണ് അല്ലേ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ടിനനുസരിച്ച് വേരി ചെയ്യും. നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ആയിരിക്കും കോസ്റ്റ്, കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ കോസ്റ്റും കുറവായിരിക്കും. എന്ന് വെച്ചാൽ വേരിയബിൾ ഓവർഹെഡ്സ് ആണ് അല്ലേ. വേരിയബിൾ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ വേരി ചെയ്യുന്നതാണ്. അപ്പോൾ 75% കപ്പാസിറ്റിയിലായിരിക്കത്തില്ലോ 80% കപ്പാസിറ്റിയിൽ, അതുതന്നെ ആയിരിക്കത്തില്ല 60% കപ്പാസിറ്റിയിൽ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് 75% കപ്പാസിറ്റിയിൽ നോക്കുക. 75% കപ്പാസിറ്റിയിൽ 7500 അല്ലേ. 75% കപ്പാസിറ്റിയിൽ 7500 ഉള്ളത്. നമുക്ക് 60% കപ്പാസിറ്റിയിൽ കണ്ടുപിടിക്കണം. 60% കപ്പാസിറ്റിയിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് ഇതാണ്, 7500. 7500 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കേണ്ട ഐറ്റമാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. കണ്ടുപിടിക്കേണ്ട 60% അല്ല കണ്ടുപിടിക്കേണ്ടത്. 60 ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന 75%-നാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് 75. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 6000 കിട്ടും. 6000 നമ്മളതെവിടെയാണ്? 60% കപ്പാസിറ്റിയുടെ അവിടെ എഴുതുക. ഇനി 80% കപ്പാസിറ്റിയിൽ കണ്ടുപിടിക്കണ്ടേ? 80% കപ്പാസിറ്റിയിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? തന്നിരിക്കുന്നത് 75% കപ്പാസിറ്റിയിൽ തന്നിരിക്കുക. 75% കപ്പാസിറ്റി 7500 ആണ് എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് 80% കപ്പാസിറ്റിയാണ്. 80% കപ്പാസിറ്റിയിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? തന്നിരിക്കുന്ന എമൗണ്ട് നോക്കുക. 7500 തന്നിരിക്കുന്നത്. 7500 ഇൻറ്റു കണ്ടുപിടിക്കേണ്ടത് 80% കപ്പാസിറ്റിയിലാണ്, അത് 80%, 80 ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്നത് 75 ആണ്. 75. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 8000 ആണ്. 8000. ആ 8000 നമ്മൾ 8000 സ്ഥാനത്തേക്ക് എഴുതുക.
ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടാമത് തന്നിരിക്കുന്ന ഇൻഡയറക്റ്റ് ലേബറാണ്. ഇൻഡയറക്റ്റ് ലേബറിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 22,500 അത് 75% കപ്പാസിറ്റിയിലാണ്. 75% കപ്പാസിറ്റി തന്നിരിക്കുന്നത് 22,500 അപ്പോൾ നമുക്ക് 60% കപ്പാസിറ്റിയിലും കണ്ടുപിടിക്കണം, 80% കപ്പാസിറ്റിയിലും കണ്ടുപിടിക്കണം. 60% കപ്പാസിറ്റിയിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 22,000 തന്നിരിക്കുന്നത് അല്ലേ, 22,500 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 75 അല്ലേ. ഇത് നമുക്ക് 80, അത് നമുക്ക് 18,000 കിട്ടും. ഇനി 80% കപ്പാസിറ്റിയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 22,500 ഇൻറ്റു 80 ഡിവൈഡ് ബൈ 75 ദാറ്റ് ഈസ് 24,000. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും നമ്മൾ എഴുതുക. ഇനി അടുത്തത് സെമി വേരിയബിൾ ഓവർഹെഡ്സ് ആണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ എഴുതിക്കോളൂ, അതേ ഓർഡറിൽ. സെമി വേരിയബിൾ ഓവർഹെഡ്സ് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സെമി വേരിയബിൾ ഓവർഹെഡ്സിൽ എത്ര? ഇലക്ട്രിസിറ്റിയാണ് തന്നിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി 75%-ൽ 37,500 75%-ൽ ഇലക്ട്രിസിറ്റി തന്നിരിക്കുന്നത് 37,500. അതിൽ 40% ഫിക്സഡാണ്, 60% വേരിയബിളാണ്. നമ്മൾ അതുപോലെ തന്നെ എഴുതാം. 40% ഫിക്സഡും 60% വേരിയബിളും, അങ്ങനെ നമ്മളത് വേർതിരിച്ച് വേണം എഴുതാൻ. അപ്പോൾ നമ്മൾ സെമി വേരിയബിൾ ഓവർഹെഡ്സിൻ്റെ അവിടെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ് എഴുതുക. ഇലക്ട്രിസിറ്റിയുടെ ഇത് നമ്മൾ 37,500 ഇലക്ട്രിസിറ്റി. സെമി വേരിയബിൾ ഓവർഹെഡ്സിൻ്റെ ഇലക്ട്രിസിറ്റി 37,500. 37,500-ൽ 40% ഫിക്സഡാണ്, 60% വേരിയബിളാണ്. അപ്പോൾ നമ്മളത് നമുക്ക് 75% കപ്പാസിറ്റിയിൽ തന്നിട്ടുള്ളൂ. 75% കപ്പാസിറ്റിയിൽ എഴുതുമ്പം 37,500-നെ 40% ഫിക്സഡ് എന്ന് പറഞ്ഞ് എഴുതണം അല്ലേ. 37,500-ൻ്റെ നോക്കുക, 37,500-ൻ്റെ 40% ആണ് 15,000. ഇതെന്താ? ഫിക്സഡാണ്. ഈ 15,000 ഫിക്സഡിൻ്റെ അവിടെ എഴുതുക. ഫിക്സഡ് എന്ന് പറഞ്ഞ് 15,000 എഴുതുക. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 37,500-ൻ്റെ 60%. 37,500-ൻ്റെ 60% 22,500. ഇത് വേരിയബിളാണ്. അപ്പോൾ നമ്മൾ വേരിയബിൾ എന്ന് പറഞ്ഞുകൊണ്ട് വേരിയബിൾ എന്ന് പറഞ്ഞ് 22,500 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ 15,000 കിട്ടി, 22,500 കിട്ടി. ഇത് കിട്ടിയത് എങ്ങനെയാണ്? 37,500 ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 37,500-ൻ്റെ 40% 15,000, 60% 22,500. എന്നിട്ട് ഇവിടെ നമുക്ക് ഫിക്സഡും വേരിയബിൾ എന്ന് പറഞ്ഞല്ല വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്താ, ഇത് 60% കപ്പാസിറ്റിയിൽ 80% കപ്പാസിറ്റിയിലും കണ്ടുപിടിക്കണം. ഇനി നോക്കുക, ഈ 15,000 ഫിക്സഡാണ് അല്ലേ. ഇലക്ട്രിസിറ്റി ഫിക്സഡ് എക്സ്പെൻസസിൻ്റെ കേസ് എന്താ? എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലും, അല്ലെങ്കിൽ ഏതൊക്കെ ലെവലിലുള്ള ആക്ടിവിറ്റീസ് നടത്തിയാലും, ഏതൊക്കെ ലെവലിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയാലും, അല്ലെങ്കിൽ എത്ര കപ്പാസിറ്റിയിൽ പ്രൊഡക്ഷൻ നടത്തിയാലും ഫിക്സഡ് ഓവർഹെഡ്സിൻ്റെ ടോട്ടൽ കോൺസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ടോട്ടൽ സെയിം ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ 75% കപ്പാസിറ്റിയിൽ ഫിക്സഡ് കോസ്റ്റ്, ഇവിടെ ഫിക്സഡ് ഓവർഹെഡ്സ് 15,000 ആണെങ്കിൽ 60% കപ്പാസിറ്റിയിലും ഫിക്സഡ് കോസ്റ്റ് 15,000 അല്ലേ. 80% കപ്പാസിറ്റിയിലും ഫിക്സഡ് കോസ്റ്റ് 15,000 അല്ലേ. അതെ, അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എഴുതുക. അപ്പം ഇവിടെ ഫിക്സഡ് നമുക്ക് എല്ലാ കേസിലും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 60% കപ്പാസിറ്റിയിലും 15,000, 80% കപ്പാസിറ്റിയിലും 15,000. ഇനി വേരിയബിൾ നോക്കുക. വേരിയബിൾ 75% കപ്പാസിറ്റിയിൽ 22,500 അല്ലേ. 75% കപ്പാസിറ്റിയിൽ എന്താ വേരിയബിൾ ഓവർഹെഡ്സ് എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിയുടെ വേരിയബിൾ 22,500. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ 60% കപ്പാസിറ്റി കണ്ടുപിടിക്കത്തില്ലേ. 60% കപ്പാസിറ്റിയിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? 22,500 ഇൻറ്റു ഏതാ 60 അല്ലേ. 60 ഡിവൈഡഡ് ബൈ 75 എത്ര വരും? 22,500. അപ്പോൾ നമുക്കിവിടെ ആൻസർ 18,000 കിട്ടും. 18,000 ഇതെത്രയാ? 60% കപ്പാസിറ്റിയിലാണ്. 60% കപ്പാസിറ്റിയിൽ ഇലക്ട്രിസിറ്റിയുടെ വേരിയബിൾ 18,000. ഇനി 80% കപ്പാസിറ്റി കണ്ടുപിടിക്കത്തില്ല. 80% കപ്പാസിറ്റിയിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 22,500 ഇൻറ്റു 80 ഡിവൈഡ് ബൈ 75 എത്രയാ? 24,000 വരും. ഇനി അടുത്തത് നോക്കുക. അടുത്ത റിപ്പയേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് റിപ്പയേഴ്സ് ആണ്. നോക്കുക, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് 3,750 ആണ്. റിപ്പയേഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 3,750. അതിൽ 80% ഫിക്സഡും 20% വേരിയബിളുമാണ്. 20% വേരിയബിളുമാണ്. ഓക്കെ, നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. റിപ്പയേഴ്സ് 3,750 ആണ്. അത് 3,750-ൻ്റെ
ഇവിടെ പറയുന്നത് 80% ഫിക്സഡും വേരിയബിൾ എന്ന് പറഞ്ഞ് എഴുതുക. ഫിക്സഡ് എത്രയാണ്, വേരിയബിൾ എന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ 3750 ഇവിടെ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതാം. 3750 എത്രയാ, 80% ഫിക്സഡ്. അപ്പോൾ 3750 ഇൻറ്റു 80% ആണ് 3000 എന്ന് പറയുന്നത്. 3750 ഇൻറ്റു 80% കണ്ടുപിടിക്കുക. 3000 അപ്പോൾ എത്രയാണ്, 3000 വരും. ദെൻ വേരിയബിൾ കണ്ടുപിടിക്കാം. വേരിയബിൾ അങ്ങനെ 3750 ഇൻറ്റു 20%. 3750 ഇൻറ്റു 20% എത്ര വരും, 750 വരും. നമ്മൾ ഫിക്സഡും വേരിയബിളും സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇത് നോക്കുക, ഫിക്സഡ് ഓവർഹെഡ്സിൻ്റെ കേസിൽ എല്ലാ കേസിലും ഫിക്സഡ് ഓവർഹെഡ്സ് കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ ഇവിടെ 3000 ആണ് എങ്കിൽ 60% കപ്പാസിറ്റിയിൽ 3000 ആണ്, 80% കപ്പാസിറ്റിയിൽ 3000 ആണ്. നമ്മൾ ഇവിടെ 3000, ഇവിടെ 3000, ഇവിടെ 3000 എഴുതി അല്ലേ. എന്ന് വെച്ചാൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഏത് കപ്പാസിറ്റിയിലാണെങ്കിലും ഫിക്സഡ് ഓവർഹെഡ്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി വേരിയബിൾ നോക്കുക. വേരിയബിൾ 75% കപ്പാസിറ്റിയിൽ 750 ആണ്. അപ്പോൾ നമുക്ക് 60% കപ്പാസിറ്റിയിലും 80% കപ്പാസിറ്റിയിലും കണ്ടുപിടിക്കണ്ടേ. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, 75% കപ്പാസിറ്റിയിൽ 750 ആണെങ്കിൽ 60% കപ്പാസിറ്റിയിൽ എങ്ങനെ വരും, 750 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 75, ദാറ്റ് ഈസ് 600. പിന്നെ 80% കപ്പാസിറ്റിയിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 75% കപ്പാസിറ്റി 750 അല്ലേ. അപ്പം 750 ഇൻറ്റു 80 ഡിവൈഡ് ബൈ 75, ദാറ്റ് ഈസ് 800 അല്ലേ. നമുക്ക് ഇലക്ട്രിസിറ്റിയും റിപ്പയേഴ്സ് നമ്മൾ ഫിക്സഡും വേരിയബിൾ എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. കാരണം സെമി വേരിയബിൾ എക്സ്പെൻസസ് ആണ് അല്ലേ. സെമി വേരിയബിൾ എക്സ്പെൻസസ് എങ്ങനെയാണ്, പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾ പാർട്ട്ലി ഫിക്സഡും വേരിയബിളും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കാണിച്ചു. ഇത് തന്നിരിക്കുന്ന ഫിക്സഡ് ഓവർഹെഡ്സ് ആണ്. ഫിക്സഡ് ഓവർഹെഡ്സ് നോക്കുക. ഫിക്സഡ് ഓവർഹെഡ്സ് ക്വസ്റ്റ്യൻ നോക്കുക. സാലറീസ് ഫസ്റ്റ് തന്നിരിക്കുന്ന സാലറീസ് ആണ്. സാലറീസിൻ്റെ എമൗണ്ട് എത്രയാണ്, 75% കപ്പാസിറ്റി സാലറീസ് 10,000 ആണ്. ഇത് ഫിക്സഡ് ആണ്. ഫിക്സഡ് ഓവർഹെഡ്സ് സാലറീസ് 1 lakh ആണ്. ഫിക്സഡ് ഓവർഹെഡ്സ് 75% കപ്പാസിറ്റി 1 lakh ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ എഴുതുക. സാലറീസ് 75% കപ്പാസിറ്റി 1 lakh ആണ്. ഇത് ഫിക്സഡ് ഓവർഹെഡ്സ് ആണ്. ഫിക്സഡ് ഓവർഹെഡ്സിൻ്റെ കേസിൽ എന്താ, ഏത് യൂണിറ്റിലും അല്ലെങ്കിൽ ഏത് കപ്പാസിറ്റിയിലും ഫിക്സഡ് ഓവർഹെഡ്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമ്മൾ 60% കപ്പാസിറ്റിയിൽ 1 lakh ആണ്. അതുപോലെ തന്നെ 80% കപ്പാസിറ്റിയിൽ 1 lakh ആണ്. അടുത്തത് തന്നിരിക്കുന്നത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് 75% കപ്പാസിറ്റിയിലാണ് തന്നിരിക്കുന്നത്. 75% കപ്പാസിറ്റി തന്നിരിക്കുന്നത് 5,000 ആണ്. അപ്പോൾ ഈ 5,000 തന്നെ ഫിക്സഡ് അല്ലേ. അപ്പോൾ 60% കപ്പാസിറ്റിയിലും ഇത് തന്നെയാണ്, 80% കപ്പാസിറ്റിയിലും സെയിം തന്നെയാണ്. അടുത്ത് തന്നിരിക്കുന്നത് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ ക്വസ്റ്റിന് നിങ്ങൾ നോക്കണേ. 75% കപ്പാസിറ്റി 25,000 ആണ് തന്നിരിക്കുന്നത്. ഫിക്സഡ് ഓവർഹെഡ്സ് ആണ്. ഇതെല്ലാ കേസിലും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 60% കപ്പാസിറ്റിയിലും 80% കപ്പാസിറ്റിയിലും 25,000 തന്നെയാണ്. നിങ്ങളെല്ലാം കൂടെ കൂട്ടുക. 60% കപ്പാസിറ്റിയിലെ കോസ്റ്റും 75% കപ്പാസിറ്റിയിലെ കോസ്റ്റും 80% കപ്പാസിറ്റിയിലെ കോസ്റ്റും കൂടെ നമ്മൾ കൂട്ടുക. ഇത്രയാണ് നമ്മൾ പറയുകയാണെങ്കിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ ഈ ക്വസ്റ്റനിൽ ഒരു അഡീഷണൽ ആയിട്ട് ഇൻഫോർമേഷൻ പറയുന്നുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്, ടോട്ടൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ടോട്ടൽ ഓവർഹെഡ് റേറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിൻ്റെ ബേസിസിൽ ടോട്ടൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ടോട്ടൽ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ ഇതാണ്. ടോട്ടൽ ഓവർഹെഡ് റേറ്റ്, ടോട്ടൽ ഓവർഹെഡ് ഇല്ലേ, ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100, അതാണ് ഇക്വേഷൻ. ഇവിടെ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ടോട്ടൽ ഓവർഹെഡ്, ഇവിടെ ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ ഡയറക്റ്റ് വേജസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഓവർഹെഡ്സ് നമ്മളിതെല്ലാം കൂട്ടി എഴുതിയായിരുന്നു അല്ലേ. 60% കപ്പാസിറ്റിയിലെല്ലാം കൂട്ടി എഴുതിയായിരുന്നു. 75% കപ്പാസിറ്റിയിലെല്ലാം നമ്മൾ ടോട്ടൽ ചെയ്ത് എഴുതായിരുന്നു. 80% കപ്പാസിറ്റി നമ്മൾ ടോട്ടൽ ചെയ്ത് എഴുതിയായിരുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഓവർഹെഡ്സ് കിട്ടി. നമ്മൾ എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് വേജസ് കണ്ടുപിടിക്കുക. എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് വേജസ് എന്ന് വെച്ചാൽ 75% കപ്പാസിറ്റിയിലെ ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്. 40,250 തന്നിട്ടുണ്ട്. 75% കപ്പാസിറ്റിയിലെ ഡയറക്റ്റ് വേജസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നോക്കിയേ, ദ എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് വേജസ് ₹40,250 അറ്റ് 75% കപ്പാസിറ്റി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഇത് വെച്ചുകൊണ്ട് 60% കപ്പാസിറ്റിയിലെയും 80% കപ്പാസിറ്റിയിലെയും ഡയറക്റ്റ് വേജസ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 60% കപ്പാസിറ്റിയിലെ ഡയറക്റ്റ് വേജസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, 75% കപ്പാസിറ്റിയിലെ 40,250 ആണ് അല്ലേ. 40,250 ഇൻറ്റു കണ്ടുപിടിക്കേണ്ട 60% ആണ്. 60 ഡിവൈഡഡ് ബൈ 75, അപ്പോൾ 32,200 കിട്ടുന്നു. ഇനി 80% കപ്പാസിറ്റിയിൽ കണ്ടുപിടിക്കുന്നതിൽ എങ്ങനെയാണ്, 40,250 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 75 ആണ്.
80% കപ്പാസിറ്റിയിലെ ഡയറക്റ്റ് വേജസ്. അപ്പോൾ 42,933 കിട്ടുന്നു. നമ്മൾ ഡയറക്റ്റ് വേജസ് കണ്ടുപിടിച്ചു. ഇനി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ എന്തായിരുന്നു? ഓവർഹെഡ് റേറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓവർഹെഡ്സ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. ടോട്ടൽ ഓവർഹെഡ്സ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. ടോട്ടൽ ഓവർഹെഡ്സ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. ടോട്ടൽ ഓവർഹെഡ്സ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100 എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് 60% കപ്പാസിറ്റിയിലെ 90 ഇത് കിട്ടുന്നു. എത്രയാണ്? 592% കിട്ടുന്നു. 75% കപ്പാസിറ്റിയിലെ 500% കിട്ടുന്നു. ദെൻ 80% കപ്പാസിറ്റിയിലെ 477% കിട്ടുന്നു. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ.